ലോക്സഭയിൽ മൂന്നാം സീറ്റിന് മുസ്ലിം ലീഗ് ആവശ്യം തള്ളി കോൺഗ്രസ്. പകരം രാജ്യസഭാ സീറ്റ് നൽകും. കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഇക്കാര്യം സംസ്ഥാന നേതൃത്വം AICC അറിയിക്കും. കോൺഗ്രസ് നിർദ്ദേശം ചൊവ്വാഴ്ച മലപ്പുറത്ത് ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ ആലോചിച്ച് തീരുമാനം അറിയിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ആലുവയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമായിരുന്നു നേതാക്കളുടെ പ്രതികരണം. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. മൂന്നാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെ പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും നമ്മൾ. ഇന്നുണ്ടായ ചർച്ചയുടെ അതിന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒരു പാർട്ടിയുടെ തീരുമാനം, അതിൻ്റെ ലീഡർഷിപ്പ് ഇപ്പോൾ തങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ കൂടി വന്ന് കൂടിയിരുന്നു. ഞങ്ങളെ രീതി അതാണല്ലോ. മുന്നണിയിലെ കക്ഷികൾ വെച്ച് തമ്മിൽ നടത്തുന്ന സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് കോൺഗ്രസിന് അതിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട്. അവർക്കാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കൂടിയായ സാദിഖ് അലി ശിഹാബ് നമ്മൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ രാത്രിയിലെ അദ്ദേഹം എത്തിച്ചേരുള്ളൂ. മറ്റന്നാളെ ചർച്ച നടക്കും. അപ്പോൾ അത് ഫൈനൽ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് നേതൃത്വം ഉറച്ചു നിന്നുവെങ്കിലും ഒരു സമവായ നീക്കം, ആ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഒരു ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും K സുധാകരനും VD സതീശനും ഒരുപോലെ പ്രതികരിച്ചത്. പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ ചർച്ചയും എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മൂന്നാം സീറ്റ് ഇപ്പോഴും തൃശങ്കുവിൽ തുടരുകയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ, അല്ലേ? KP വലിയ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ UDF-നകത്ത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലേക്ക് നീങ്ങിയ വിഷയം തന്നെയായിരുന്നു മൂന്നാമതൊരു ലോക്സഭ സീറ്റ് കൂടി മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നതും കോൺഗ്രസ് അതിനോട് അനുകൂല സമീപനം സ്വീകരിക്കാതിരുന്നത്. മാത്രമല്ല അതിനെ യാതൊരു ഗൗരവത്തിൽ പോലും കോൺഗ്രസ് നേതൃത്വം എടുക്കുകയും ചെയ്തിരുന്നില്ല. ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ വലിയ തോതിൽ ചൊടിപ്പിച്ചിരുന്നു. അവർ വലിയ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കും. മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് കൂടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 3 സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് 3ഇടത്തും മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുമെന്ന മുന്നറിയിപ്പ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പിന്നീട് ഉഭയകക്ഷി ചർച്ച എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയാണ് ഇന്ന് ആലുവ പാലസിൽ വിശദമായി തന്നെയുള്ള ചർച്ച രണ്ട് പാർട്ടികളുടെയും, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കം മറുഭാഗത്ത് പങ്കെടുത്തുകൊണ്ടുമുള്ള ചർച്ചകൾ നടന്നത്. എന്നാൽ ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ലോക്സഭാ സീറ്റ് നൽകുന്നതിനോടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ അത് നൽകാനാകില്ല, അതിലുള്ള തടസ്സവാദങ്ങൾ കോൺഗ്രസ് ഇന്ന് നടന്ന ചർച്ചയിലും മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. പകരം രാജ്യസഭാ സീറ്റ് നൽകാം, ഏറ്റവും അടുത്ത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാം. അതിനുശേഷം 2016 പിന്നീട് വരുന്ന ഒഴിവ് 2026 വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒഴിവിലേക്ക് തങ്ങൾക്ക് ആ സീറ്റ്, ലീഗിന്റെ സീറ്റ് വേണം. തൽക്കാലം എപ്പോഴും ലീഗിന് 2 രാജ്യസഭാ സീറ്റ് എന്നത് നിലനിർത്തിക്കൊണ്ടു പോകാൻ തയ്യാറാണ് എന്ന കാര്യമാണ് പ്രധാനമായും അറിയിച്ചുള്ളത്. എന്നാൽ ലീഗ് നേതൃത്വം അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഇതിനുശേഷം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ സ്വാഭാവികമായും നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഒരു ഫോർമുല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം അവർ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം PK കുഞ്ഞാലിക്കുട്ടി പിന്നീട് പ്രതികരിച്ചത് എന്ന് പറയുന്നത് കൃത്യമായി തന്നെ സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. തങ്ങളുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ ചർച്ച അവസാനിച്ചു എന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന PK കുഞ്ഞാലിക്കുട്ടിയോ, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയോ, പ്രതിപക്ഷ നേതാവ് VD സതീശനോ അത് രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം മുൻനിർത്തി വെച്ചാണ് ചർച്ചകൾ നടന്നത് എന്ന കാര്യം പറയാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് 27-ാം തീയതി ചൊവ്വാഴ്ച ലീഗ് നേതൃത്വം
മലപ്പുറത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടി അധ്യക്ഷതയിൽ യോഗം ചേർന്ന ശേഷം തീരുമാനമുണ്ടാകൂ എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ തീരുമാനം എന്താണ് എന്ന് ആ ഘട്ടത്തിൽ പോലും വ്യക്തമാക്കിയിരുന്നില്ല. പിന്നീട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പുറത്തിറങ്ങി വന്നപ്പോൾ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടി എന്ന നിലയിൽ പറയുകയായിരുന്നു. രാജ്യസഭാ സീറ്റ് എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. അതിന്റെ മറുപടി ഇനി നൽകേണ്ടത് ലീഗ് നേതൃത്വമാണ്. 27-ാം തീയതി അവരുടെ യോഗം ചേർന്നതിന് ശേഷം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. എന്നാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ പോലും അതിന് AICCയുടെ അംഗീകാരം വേണം. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമായിരിക്കും രാജ്യസഭാ സീറ്റ് എന്ന കാര്യം അംഗീകരിക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും ഒരു മഞ്ഞുരുകലിന്റെ നിലയിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നു എന്ന സൂചന നൽകുന്നു. എന്നാൽ ലീഗ് യോഗം ചേർന്നതിന് ശേഷം 27-ാം തീയതി യോഗം ചേർന്നതിന് ശേഷം 3 സീറ്റ് ലോക്സഭയിലേക്ക് തന്നെ വേണമെന്നും പകരം രാജ്യസഭ കൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറല്ല എന്നുമുള്ള ഒരു നിലപാടിലേക്കാണ് എത്തുന്നത് എങ്കിൽ വീണ്ടും ഇത് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. UDF-ലെ ഈ പ്രശ്നങ്ങൾ, സീറ്റ് വിഭജന ചർച്ചകൾ കീറാമുട്ടിയായി മാറുകയും ചെയ്യും. UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നത് അസംഭവമാണ്. അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഘട്ടത്തിൽ പോലും പ്രത്യേക സാഹചര്യം മനസ്സിലാക്കണമെന്ന ഒരു കാര്യമാണ് മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എല്ലാ തവണയും ലീഗ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയും പിന്നീട് കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങൾ പിന്മാറുന്നുവെന്നും ലീഗ് വലിയ പാർട്ടിയാണ് എന്നും ലീഗിന്റെ എല്ലാ ശക്തിയും തങ്ങൾ അംഗീകരിക്കുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുകയായിരുന്നു പതിവ്. അത്തരത്തിൽ തന്നെ ആകാനാണ് സാധ്യത. രാജ്യസഭാ സീറ്റ് കൊണ്ട് ലീഗ് തൃപ്തിപ്പെടുകയും 3 ലോക്സഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോക്കം പോവുകയും രണ്ടുപേരും അവരുടെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമവായ ചർച്ചയിലേക്ക് നീങ്ങുകയും തന്നെയായിരിക്കും പ്രധാനമായും നടക്കുക. KP